ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ കുറ്റിപ്പുറം കഴിഞ്ഞ് പള്ളിപ്പടി, ചോലവളവ്, പാണ്ഡികശാല, ഓണിയൽപ്പാലം അണ്ടർപാസ് വരെയുള്ളൊരു വീഡിയോ ആണ്. ഈ റീച്ചിൽ 5 പാലങ്ങളാണ് വരുന്നത്. 2 അണ്ടർപാസും 3 ഓവർപാസും. പള്ളിപ്പടി മുതൽ ഓണിയൽപ്പാലം വരെ നമുക്ക് അണ്ടർപാസിൻ്റെയും ഓവർപാസിൻ്റെയും മുകളിലൂടെയും അടിയിലൂടെ കടന്ന് നമുക്കിപ്പോൾ ഓണിയൽപ്പാലം വരെ പോകാൻ പറ്റും. അത്രക്കും വേഗതയിലാണ് ഇവിടുത്തെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമാണുള്ളത്. അപ്പോൾ എത്രത്തോളമാണ് പള്ളിപ്പടി മുതൽ ഒളിയൽപ്പാലം വരെയുള്ള ഏറ്റവും പുതിയ വർക്ക് കഴിഞ്ഞ ആ കാഴ്ച. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്കും അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് മൂടാൽ ഭാഗത്തേക്കുള്ള വീഡിയോ കണ്ട് ഈ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ തന്നെ കടന്ന് നമുക്ക് മൂടാൽ, പെരുമ്പറമ്പ്, മുക്കിലപ്പീടിക, ഒണിയൽപ്പാലത്തിൻ്റെ അവിടുന്ന് വളാഞ്ചേരി ടൗണിലേക്ക് തിരിയുന്ന ആ ഭാഗം വരെയുള്ള വീഡിയോ കാണാം. നല്ല വർക്കുകളാണ് ചോലവളവിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ കണ്ട കാഴ്ച കേട്ടോ. ചോലവളിന് ഉയർന്ന കുന്നിലൊക്കെ ചുമരിൻ്റെ സ്പ്രേ വർക്കുകളൊക്കെ തകൃതിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓണിയൽപ്പാലത്തിൻ്റെ അണ്ടർപാസിന് മുകളിൽ നിന്നും അങ്ങോട്ട് വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ ആ ഏരിയയിലുള്ള വർക്കുകൾ, ആ 2 ഭാഗത്തും കോൺക്രീറ്റ് വാള്, സൈഡ് വാള്, കരിങ്കല്ല് ഉയർത്തി, മണ്ണിട്ടുയർത്തി വരുന്ന വർക്കുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോകൾ സ്കിപ്പ് ചെയ്യരുത്. തുടക്കം മുതൽ ലാസ്റ്റ് ഓണിയൽപ്പാലം വളാഞ്ചേരി റോഡ് വരെ കണ്ടു നോക്കാം. ഇവിടെ ഈ ഓവർപാസിന്റെ മുകളിൽ ടാറിംഗ് വർക്കുകളും 2 ഭാഗത്തെ ക്രാഷ് ബാരിയറിന്റെ കോൺക്രീറ്റ് വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെൻറ്ററിന്റെ ഡിവൈഡറിന്റെ വർക്കാണുള്ളത്. മെയിൻ ആയിട്ടുള്ള ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് മൂടൽ ഭാഗത്തേക്കുള്ള ഒരു കാഴ്ച ഇതിന്റെ മുകളിൽ. ഞാൻ നേരെ താഴേക്ക് ഈ ഓവർപാസിന്റെ അടിപ്പാതയിലൂടെ നമുക്ക് ഈ ഏരിയയിൽ കൂടെ അങ്ങ് കടന്നു പോകാം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തി കുറ്റിപ്പുറം റെയിൽവേക്ക് കുറുകെ വരുന്ന പാലത്തിന് ആ ഭാഗം ഉയർന്നു നിൽക്കുന്നതോടെ തന്നെ അതിന് ഇവിടുന്ന് ഉയർത്തിയിട്ട് മണ്ണിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കും. കുറ്റിപ്പുറം പാലത്തിൻ്റെ, ഭാരതപ്പുഴയ്ക്ക് കുറുകെ വരുന്ന പാലത്തിനൊക്കെ അങ്ങനെ നമ്മൾ ഓവർപാസിൻ്റെ അടിപ്പാതയിലെത്തി. ഇവിടെ 2 ഭാഗത്ത് ചുമരിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളാണ് ഇനി നടക്കാനുള്ളത്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് 2 സൈഡിലെ ചുമരിൻ്റെ സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ചുമരുകളൊക്കെ ഓൾസിട്ട് കമ്പിയൊക്കെ അടിച്ചതിന് ശേഷം നെറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലെ സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കുറഞ്ഞ ഭാഗം ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മൂടാൽ ഓവർപാസ് വരെ 6 വരിയിലെ ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളമാണ് പുതിയ വർക്കുകൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്നത് എല്ലാം നമുക്ക് കാണാം. ഇപ്പോൾ സെൻട്രലിലെ ഡിവൈഡർ വൈറ്റ് അടിച്ച് പോയ ഏരിയ കാണാം. ഇതിന് നേരെ റൈറ്റ് സൈഡിൽ ചുമരുകളൊക്കെ കോൺക്രീറ്റ് വാളാണ് വന്നിട്ടുള്ളത്. അതിന് മുകളിൽ ബാരിയർ കോൺക്രീറ്റ് പോയിട്ട് നേരെ ഓപ്പോസിറ്റ് കൈവരി, ഇരുമ്പ് കമ്പി വെച്ചിട്ടുള്ള ഇരുമ്പിൻ്റെ കൈവരികളാണ് വെച്ച് പോയിട്ടുള്ളത്. ഇവിടെ ഈ റോട്ടിൽ ഇപ്പോൾ റെയിൽ സൈഡിൽ നമുക്ക് കാണാം ഈ പാലത്തിലുള്ള സ്റ്റീൽ ഗർഡറുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറ്റിപ്പുറം ഭാഗത്തേക്കാണോ ഇവിടേക്കാണോ എന്നുള്ള കൺഫ്യൂഷൻ ആട്ടോ. ഏതായാലും കറക്റ്റ് നോക്കാം, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം ഏത് ഭാഗത്തേക്കുള്ളതാണെന്നുള്ളത്. ഇവിടെയൊക്കെ ഒരു പാലത്തിലുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നില്ല. വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറ്റിപ്പുറം റെയിൽവേൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള ഗർഡർ തന്നെ ആയിരിക്കും ഇവിടെ വെച്ചിട്ടുള്ളത്. ആ ഭാഗത്ത് കുറ്റിപ്പുറം റെയിൽവേൻ്റെ ആ ഭാഗത്ത് സ്ഥല സൗകര്യം കുറവായതുകൊണ്ട് തന്നെ ഈ വിശാലമായ ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചതായിരിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം മൂടാൽ ഓവർപാസിൻ്റെ ആ ഭാഗത്ത് എത്താറായി. നമ്മൾ വന്ന ആ ഏരിയയിലൂടെയൊക്കെ ടാറിംഗ് വർക്കുകളൊക്കെ മിക്കയിടത്തും പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 2 ഭാഗത്തെ സൈഡ് വാള്, സെൻറ്ററിൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ, അതുപോലെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, സൈഡ് ചുമരിൻ്റെ വർക്കുകൾ, അതുപോലെ കൈവരിൻ്റെ വർക്കുകളൊക്കെ ആയിട്ടുണ്ട്. ഇനി സ്ട്രീറ്റ് ലൈറ്റ്, സൈൻ ബോർഡ് വെക്കാനുള്ള വർക്കുകൾ, അങ്ങനെയുള്ള കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ദൂരേക്ക് മൂടാൽ ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കി എല്ലാ റോഡിൻ്റെ വർക്കുകളും 6 വരിയിൽ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലായിരുന്നു മെറ്റലൊക്കെ കൂട്ടിയിട്ട് റൈറ്റ് സൈഡ് ആ 3 ലൈനിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഏരിയ വരെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏകദേശമൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് കുറച്ച് മാത്രമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ സാധാരണ ഈ മൂടാൽ ഭാഗത്തെ വീഡിയോ കാണിക്കുമ്പോൾ ഇതുവഴി അങ്ങനെ കടന്നു പോകും. ഇന്ന് നമ്മൾ നേരെ ഈ സർവീസ് റോഡാണ് കയറട്ടോ. അപ്പോൾ ഇവിടെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഈ ഭാഗത്തെ എംസാൻഡ് മെറ്റലൊക്കെ മിക്സ് ചെയ്തത് മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഈ സർവീസ് റോഡ് ഇങ്ങനെ പോയി നോക്കാം. അപ്പോൾ ഈ ഉയരത്തിൽ നിന്നും 6 വരിയുടെ ആ ഒരു കിടിലം കാഴ്ചയും കണ്ട് മൂടാൽ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ നമുക്ക് പോകാം. ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് മൂടാൽ ഓവർപാസിൻ്റെ അടിഭാഗത്ത് കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അതിൻ്റെ റൈറ്റ് സൈഡ് ഭാഗത്ത് 3 ലൈനിൻ്റെ ടാറിംഗ് വർക്ക് നടക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങളൊക്കെ ഇപ്പോൾ അതുവഴിയാണ് കടന്നു പോകുന്നത്. നമ്മൾ ഈ സർവീസ് റോഡിൽ തന്നെ ആ ഭാഗത്തെത്തിയാലും ഇന്നും നമ്മൾ ഓവർപാസിൻ്റെ മുകൾ ഭാഗവും അതുപോലെ സർവീസ് റോഡ് കടന്നാണ് പെരുമ്പറമ്പ്, ചോലവള ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇതാണ് നമ്മുടെ മൂടാൽ ഓവർപാസ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ വന്ന ആ ഏരിയ നോക്കുകയാണെങ്കിൽ അടിപൊളി കേട്ടോ. നല്ല സൂപ്പർ കാഴ്ചയാണ്. നമ്മൾ ഉച്ച ടൈമായത് നല്ല വെളിച്ചുണ്ട്, അതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ മെറ്റൽ ഇവിടെ ഒന്ന് വൃത്തിയാക്കാണ്ട് ഇവിടെ ഒരു
കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫിനിഷ് ചെയ്ത് ഫൈനൽ ടാറിംഗ് വർക്കുകൾ നടക്കാണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പെരുമ്പറമ്പ് ആ ഭാഗത്തേക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് കണ്ടിട്ട് വീണ്ടും നമ്മൾ ഈ സർവീസ് റോഡ് തന്നെയാണ് പെരുമ്പറമ്പ് ആ ഉയർന്ന കുന്നിൻ മുകളിൽ നിന്നുള്ള കിടലം കാഴ്ച നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി നിങ്ങൾ നമ്മുടെ ചോലവളവ് ഭാഗമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂം ചെയ്താൽ നമുക്കവിടെ ആ ചുമരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ സിമെൻറ്റ് സ്പ്രേ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സർവീസ് റോഡിൽ പോയിട്ട് ആ ഏരിയത്തെ ഇന്നത്തെ ഏറ്റവും പുതിയ വർക്കുകൾ, അതുപോലെ ചോലവളവിൻ്റെ ആ ഉയർന്ന മുകൾ ഭാഗത്തു നിന്നും പ്രകൃതി രമണീയമായിട്ടുള്ള പച്ചപ്പുള്ള മരങ്ങളും തെങ്ങിൻ തോപ്പുകളൊക്കെ ആ മുകളിൽ നിന്ന് കാണാൻ അതിൻ്റെ ഒരു ഭംഗി, നല്ലൊരു വൈബാണ്. അത് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നും കുറഞ്ഞ നേരം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പെരുമ്പറമ്പ് ഈ കാണുന്ന ഉയർന്ന കുന്ന് 2 ഭാഗം വെട്ടി മാറ്റി 6 വരിയിൽ റോഡാക്കി മാറ്റി ഒരു വശത്ത് 3 ലൈനിലെ ടാറിംഗ് വർക്കുകൾ, കോൺക്രീറ്റ് വർക്കുകളും ഏകദേശം ആയിട്ടുണ്ട്. അങ്ങനെ പാണ്ഡികശാലൻ്റെ മുകൾ വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ ചുമര് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുതിയ തരം മെഷീനറി ഉപയോഗിച്ച് കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള ചുമര് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുന്ന ആ വർക്ക് നമുക്ക് കുറഞ്ഞ നേരം കാണാം. ഇതിന് മുമ്പും ഇവിടുത്തെ വർക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ നല്ല ഉയർന്നൊരു ഭാഗമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ചെറിയ ബേബി മെറ്റലും സിമെൻ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു സ്പ്രേ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് കണ്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ചോലവളവിൻ്റെയും പാണ്ഡികശാല അണ്ടർപാസും കഴിഞ്ഞ് മുക്കിലപ്പിയുടെ ഓവർപാസിൻ്റെ ആ ഏരിയ വരെ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. ഇതിൻ്റെ മുകളിലാവുമ്പോൾ മൂടാല്, പെരുമ്പറമ്പ്, ചോലവളവ്, പാണ്ഡികശാലൊക്കെ ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് മൊത്തത്തിൽ ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് ഇതിന് നേരെ ഓപ്പോസിറ്റിലൂടെ തന്നെ കടന്ന് നമുക്ക് ചോലവളവ് അതുപോലെ പാണ്ഡികശാല അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ മൂടാൽ ഓവർപാസിൻ്റെ ആ ഏരിയനെ കാണുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെ ഇപ്പോൾ 6 വരെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ താഴെ സ്പ്രേ വർക്ക് കണ്ട ആ ഭാഗത്ത് 3 ലൈൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി 3 വർക്കിൻ്റെ വർക്ക് നടക്കാണ്ട് അവിടെയൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് മെറ്റലിടുക. ടാറിംഗ് വർക്ക് കൂടി ആയിക്കഴിഞ്ഞാൽ കുറ്റിപ്പുറം റെയിൽവേൻ്റെ അവിടുന്ന് പള്ളിപ്പടി മുതൽ പാണ്ഡികശാല ഊണിയൽപ്പാലം അണ്ടർപാസ് വരെ ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇവിടുന്ന് ദൂരെ ആ പാണ്ഡികശാല അണ്ടർപാസാണ് കാണുന്നത്. അപ്പം അണ്ടർപാസ് വരെ ഇപ്പോൾ ടാറിംഗ് വർക്കുകളൊക്കെ 3 ലൈൻ്റെ ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവിടെയൊക്കെ മണ്ണ് മാറ്റുന്നതും ആ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന വർക്കുകളാണ്. ഇപ്പോൾ ഒരു ഭാഗം 3 ലൈൻ്റെ വർക്ക് അണ്ടർപാസിന് ടച്ചായി വന്നിട്ടുണ്ട്. പെരുമ്പറമ്പിൻ്റെ തായ് ഭാഗം നോക്കി ആ മൂടാൽ ഭാഗത്ത് നിന്നിട്ട് 3 ലൈൻ്റെ വർക്ക് കഴിഞ്ഞൊരു ഏരിയ. അതുപോലെ ഇതിൻ്റെ തായ് ഭാഗത്ത് ഈ ചുമരിന് സിമെൻറ്റ് സ്പ്രേ വർക്കുകൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചോലവളവിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് തിരിച്ച് പെരുമ്പറമ്പ് ആദ്യത്തെ റോഡിലൂടെ കടന്ന് ചോലവളവ് പാണ്ഡികശാല അണ്ടർപാസിൻ്റെ ആ ഭാഗത്തെത്താൻ അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഏരിയയിലെത്തി. ഇവിടെ നോക്കി ആ കാണുന്ന ഉയരത്തിൽ നിന്നാണ് നമ്മൾ ഇതുവരെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചത്. അതുപോലെ ആ ചുമരിൻ്റെ ഹൈറ്റ് എത്രത്തോളമാണ് ഉയർന്നിരിക്കുന്നത് എന്നൊക്കെ ഈ ഏരിയയിൽ കൂടെ കടന്നു പോകുമ്പോൾ കറക്റ്റ് നമുക്ക് കാണാം. അപ്പോൾ ഇത്ര ഉയരത്തിൽ നിന്നും റോഡ് 6 വരിയിൽ താജിൽ വെട്ടിയിറക്കി ഏകദേശം പാണ്ഡികശാല അണ്ടർപാസും മൂടൽ ഓവർപാസിൻ്റെ അടിപ്പാതയിലും പോകുന്ന രീതിയിൽ റോഡ് ഏറ്റക്കുറച്ചിലിൽ സ്ട്രൈറ്റായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അവസാന മിനുക്ക് പണിയിലേക്കുള്ള ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന സമയത്ത് ഈ ഒരു ഏരിയയിലെ ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ടെങ്കിലും പാണ്ഡികശാല ഭാഗത്താണ് വർക്കുകൾ പൂർത്തീകരിക്കാനുണ്ടായിരുന്നത്. കാരണം നല്ല ഏകദേശം 2 തെങ്ങിൻ്റെ ഒക്കെ ഹൈറ്റിൽ നിന്നാണ് ഇവിടെയൊക്കെ വെട്ടിയിറക്കിയിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് അതും കരിമ്പാറകളാണ്. അതൊക്കെ പൊട്ടിച്ചെടുത്ത് വരാനുള്ള ഒരു സമയം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സൈഡ് ഭാഗങ്ങൾ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് 3 ലൈനിലേക്കുള്ള റോഡൊക്കെ കംപ്ലീറ്റായ ഏരിയയിൽ കൂടെ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പാണ്ഡികശാല അണ്ടർപാസ് വരെ നമുക്കിങ്ങനെ കടന്നു പോകും. അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. കാരണം ഈ അണ്ടർപാസിൻ്റെ ഗർഡറുകൾ വെച്ച് കഴിഞ്ഞാൽ 2 ഭാഗത്തും പാലം ബലപ്പെടുത്തുന്നുണ്ട്. ഒരു ബീം വർക്കുണ്ട്. അപ്പോൾ അതിനുള്ള കമ്പികളൊക്കെ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടുത്തെ കോൺക്രീറ്റ് വർക്ക് ആയിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് ചെയ്യാണ്ട്. പക്ഷേ വാഹനങ്ങൾക്ക് പോയി കടന്നു പോകാൻ പറ്റും. ഇപ്പോൾ അത്
കൊത്തിപ്പൊളിച്ചിട്ടത് കൊണ്ട് തന്നെ നമുക്ക് അത് മറികടന്ന് പോകാൻ കഴിയില്ല. അവിടെ എത്തിയിട്ട് നമുക്ക് ആ വർക്കൊക്കെ ഒന്ന് കാണാം. എന്നിട്ട് അവിടെ തിരിച്ച് ആദ്യത്തെ റോഡിന് കടന്ന് പാണ്ഡികശാല അണ്ടർപാസിന്റെ ആ ഏരിയയിലൂടെ കടന്ന് നമുക്കിതിന്റെ മുകൾ ഭാഗത്തേക്ക് തന്നെ വരാം. അവിടെ താഴെ നോക്കി ഈ 6 വരിക്ക് റോഡ് ആ ഏരിയയിൽ സൈഡ് വാൾ കെട്ടി വരുന്നതിന് വേണ്ടി ആ ഭാഗത്ത് റോക്കി വെച്ച് പാറകൾ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. എക്സ്കവേറ്റർ മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ 6 വരിക്ക് ലെവലായിട്ട് 2 ഭാഗത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഇവിടെയൊക്കെ ലെവലായി വന്നിട്ടുണ്ട്. നമുക്ക് പോയി വാഹനം ഓടിച്ച് പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു കോൺക്രീറ്റ് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കമ്പികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തെത്തിയപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയത്. ഇനി ഇവിടുന്ന് തിരിച്ച് നമ്മൾ ആദ്യത്തെ നിലവിലെ റോഡിന് ഇങ്ങനെ കടന്നിൻ്റെ തായ് ഭാഗത്തു കൂടെ പോയി നമ്മൾ മുന്നേ പറഞ്ഞ അണ്ടർപാസിൻ്റെ ഭാഗത്തു കൂടെ കടന്ന് അതിൻ്റെ മുകളിലെത്താം. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇത് സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളായിട്ടുള്ള ആദ്യത്തെ റോഡാണ്. പക്ഷേ ഇത് ഈ ഒരു സർവീസ് റോഡിന് സാധാരണ നമ്മൾ ടാറിംഗ് ചെയ്യുന്ന പോലെ ഒരു വർക്കുകൾ നടക്കാൻ നേരെ ഓപ്പോസിറ്റിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നില്ല. അവിടെ ടാറിങ്ങിൻ്റെ വർക്കുകളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പാസ് ചെയ്ത് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയയിലൂടെയാണ്. നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ട ഈ ഒരു ഏരിയയിൽ ഇവിടെ 6 വരിക്ക് ഇനി പടുത്ത് വരാനുണ്ട് ഈ ഒരു കുറഞ്ഞ ഏരിയയിൽ. അപ്പോൾ സർവീസ് റോഡ് അവിടെ ഓപ്പൺ ചെയ്താൽ ഇവിടുത്തെ വാഹന ഗതാഗത കുരുക്ക് ഒഴിവായി കിട്ടും. അങ്ങനെ നമ്മൾ ഏതായാലും അണ്ടർപാസിൻ്റെ ഈ ഇവിടെയൊക്കെ സൈഡ് വാൾ ബ്ലോക്ക് വധിച്ച് ഏകദേശം ഒരു 10-40ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ ചുമരുള്ള ബ്ലൂ കളർ പെയിൻറ്റും വർക്കോ അല്ലെങ്കിൽ മുകളിലെ ഗർഡറുള്ള ഗ്രേ പെയിൻറ്റും വർക്കുകളൊന്നും ആയിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു സൈഡിൽ 2 ഭാഗത്തും സൈഡ് വാളിൻ്റെ ഒരു ഹൈറ്റ് ഏകദേശം ഒരു 35-40 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വന്നിട്ടുണ്ട്. സൈഡിലെ 2 ബേരിൻ്റെ വർക്ക് കഴിഞ്ഞു. ഞാൻ നേരെ മുകളിലെത്താം. അവിടുന്ന് അങ്ങോട്ട് മുക്കിലപ്പീടിയ ഭാഗത്തേക്ക് പോകും. അങ്ങനെ വീണ്ടും നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിലെത്തി. ഈ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റ് ഇവിടുത്തെ വർക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റും. ഇവിടെ സൈഡിൽ ഷീറ്റൊക്കെ വെച്ച് കോൺക്രീറ്റിന് വേണ്ടി കമ്പികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ആണ് വീണ്ടും ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് മുക്കിലപ്പീടിക ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് ഉണിയൽപ്പാലം അണ്ടർപാസിന് മുകളിൽ പെട്ടെന്നെത്താം. പാണ്ഡികശാല ഈ ഒരു ഭാഗത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ പള്ളിപ്പടി മുതൽ ഉണിയൽപ്പാലം വരെയുള്ളതിൽ ആദ്യം ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം ഇവിടെ 2 ഭാഗത്തെ സൈഡിൻ്റെ വാളാകട്ടെ ഡ്രെയിനേജ് ആകട്ടെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കുറേ ദിവസങ്ങൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതുതായിട്ടുള്ള വർക്ക് സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്ന വർക്കുകളാണ്. അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള വർക്ക് സൈൻ ബോർഡ് വെക്കുകയാണ്. അതിനുള്ള തൂണ് ഒക്കെ ഇവിടെ ഇറക്കി വെച്ചതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ഏരിയയിൽ വെക്കാനുള്ള സൈൻ ബോർഡുള്ള തൂണുകൾ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി മൂടാല് പള്ളിപ്പടി വരെയുള്ള അതിൽ സൈൻ ബോർഡുള്ള കാലുകളൊക്കെ ഇവിടെ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫൈനൽ ടാറിംഗ് വർക്ക് മാത്രമാണ് നടക്കാനുള്ളത്. അതുപോലെ 3 ലൈനിലേക്കുള്ള ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളും ഡിവൈഡറിന് ചെരിച്ച് കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റും വർക്കുകളും ഇനിയും സ്ട്രീറ്റ് ലൈറ്റ് വെക്കാത്ത ഭാഗത്തേക്കുള്ള കാലുകളും ഇവിടെ ഇറക്കി വെച്ചതായിട്ട് നമുക്ക് കാണാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുക്കിലപ്പീടിക ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് നമുക്ക് ഉണിയൽപ്പാലത്തെത്തുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഓവർപാസിൻ്റെ അടിപ്പാതയിൽ 3 ലൈനിൻ്റെ ടാറിംഗ് വർക്കുകൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തുള്ള ടാറിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഉണിയൽപ്പാലത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ മണ്ണ് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ടാറിംഗ് വർക്കായില്ല, മെറ്റലിട്ട് വരുന്ന വർക്കും ഇനി ടാറിംഗ് വർക്കുമാണ്. ഇതിന് നേരെ ഇടത് ഭാഗത്ത് ചെയ്യാം. അതുപോലെ സൈഡ് ചുമരിൻ്റെ വർക്കുകളൊക്കെ കുറേ ദിവസങ്ങൾ മേലത്തെ സർവീസ് റോഡും അതുപോലെ സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. മുകളിൽ ഇതുപോലെ തന്നെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഉണിയൽപ്പാലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കൊന്ന് കയറാം. ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള നമ്മൾ പാണ്ഡികശാല ആ ഏരിയയിലുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അവിടെ കറക്റ്റ് കാണാം. ഇതിൽ 3 ലൈനുള്ള ടാറിംഗ് വർക്ക് ചെയ്യാണ്ട് അതുപോലെ സൈഡ് ചുമരിൻ്റെ വർക്കുകളും സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാളിൻ്റെ വർക്കുകളും എല്ലാം കഴിഞ്ഞതിന് മുകളിൽ 6 വരിക്കുള്ള വലിയൊരു ഓവർപാസ്സാണല്ലോ. അതിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ഇവിടെ ഞങ്ങളുടെ ഊണിയൽപ്പാലം ഭാഗത്തേക്ക് ഈ കാണുന്ന ഒരു ഏരിയയിൽ മാത്രമാണ് 3 ലൈനുള്ള മെറ്റലിട്ട് വരുന്ന വർക്കുകളും ടാറിംഗ് വർക്കുകളും ചെയ്യാനുള്ളൂ. അവിടുന്ന് അങ്ങോട്ടുള്ള കംപ്ലീറ്റ് 6 വരിയുടെ ടാറിംഗ് വർക്കുകൾ പൂർത്തീകരിച്ച് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ വൈറ്റ് അടിച്ച് അതുപോലെ 2 സൈഡിലെ ക്രാഷ് ബാരിയറിന് വൈറ്റ് അടിച്ച് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് ഊണിയൽപ്പാലം അണ്ടർപാസ് വരെ 6 വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഇനി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള വട്ടപ്പാറ വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ഈ തുടക്ക ഭാഗം ഇവിടെ നമ്മുടെ വളാഞ്ചേരിയിലേക്കും പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ
ബൈപ്പാസ് നേരെ വട്ടപ്പാറയിൽ ടച്ച് ആകുന്ന അതിൻ്റെ ഈ വർക്കുകൾ എത്രത്തോളമാണ് ഈ പാടത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടുന്ന് 2 ഭാഗത്തെ സൈഡ് വാള് ബ്ലോക്ക് കരിങ്കൽ പടുത്തുയർത്തി കൊണ്ടിരിക്കുന്ന വർക്കുകളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് ഈ യൂണിയൽ പാലത്ത് ഇവിടെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വർക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ വർക്കൊന്ന് കണ്ടു നിങ്ങൾ. ഇവിടുന്ന് അങ്ങോട്ട് കാട്ടുപരുത്തി ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ച നോക്കി നിങ്ങൾ. ഇവിടുന്ന് ഇപ്പോൾ 2 ഭാഗത്തെ സൈഡ് വാള് കരിങ്കല്ലാണ് കെട്ടിയുയർത്തി വരുന്നത്. മറ്റു മേഖലയിലൊക്കെ ബ്ലോക്കിലും അതുപോലെ തന്നെ കോൺക്രീറ്റ് വാളിലൊക്കെയാണ് കെട്ടി വരുന്നത്. ഇവിടുന്ന് ആ കാണുന്ന ആ ഒരു ഏരിയയിലുള്ള അണ്ടർപാസ് തോടിന് കുറുകെ വരുന്ന പാലം വരെ ഇപ്പോൾ കരിങ്കല്ലാണ് 2 ഭാഗം സൈഡ് കെട്ടി ഉയർത്തി വരുന്നത്. അതുപോലെ ഈ ഭാഗത്തുള്ള ആദ്യത്തെ സോഫ്റ്റ് മണ്ണുകളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി പാറ മിക്സ് ആയിട്ടുള്ള മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് തട്ടുന്നുണ്ട്. അങ്ങനെ വളരെ യുദ്ധകാലടിസ്ഥാനത്തിലാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം വട്ടപ്പാറ വയഡക്ട് പാലം കാട്ടുപരുത്തി ആ ഏരിയ വരെ ടാറിംഗ് വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വർക്കുകളാണ് പൂർത്തീകരിക്കാനുള്ള ആ ഒരു വർക്ക് പെട്ടെന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെ നമ്മുടെ പള്ളിപ്പടി മുതൽ ഓണിയൽപ്പാറ അണ്ടർപാസ് വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ തന്നെ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ഗ്രൂപ്പിലേക്കൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.